ചാക്കോ ലഹരി കേസിൽ പിടിയിലാകുന്നത്, അറസ്റ്റിലാകുന്നത്. നിലവിൽ NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ, ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമുള്ള വകുപ്പുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ. അതല്ല, കോടതിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, കോടതിയിലേക്ക് പോകുമോ, മറ്റ് നീക്കങ്ങൾ എങ്ങനെയാവും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളതും ആകാംക്ഷയാണ്. ഏതായാലും ഒരു കാര്യം പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് ഇറക്കുമെന്നാണ്. ഇന്ന് ചോദ്യം ചെയ്യലിലെത്തിയ 4 മണിക്കൂർ പിന്നിടുമ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആദ്യ 2.5 മണിക്കൂറിന് ശേഷം തന്നെ ഷൈൻ വലിയ ക്ഷീണം പ്രകടിപ്പിച്ചിരുന്നു. ഇടയ്ക്കിടെ ആ കസേരയിൽ നിന്ന് ഉറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഷൈൻ്റെ പ്രതികരണങ്ങളും അത്തരത്തിൽ ഉറക്കം തൂങ്ങിയ പ്രതികരണങ്ങളായിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഒടുവിൽ ചോദ്യങ്ങളോടെല്ലാം ആദ്യഘട്ടത്തിൽ എല്ലാം നിരസിച്ച ഷൈന് അവസാനം തെളിവുകൾ നിരത്തി ഫോൺ രേഖകൾ, ഒപ്പം ബാങ്ക് ഇടപാട് രേഖകൾ അടക്കം മുന്നിൽ വെച്ചപ്പോൾ ഉത്തരം മുട്ടി. ഒടുവിൽ സജീറിനെ അറിയാമെന്നും ഉൾപ്പെടെ ഈ പ്രധാനപ്പെട്ട കൊച്ചിയിലെ ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്നതുൾപ്പെടെ സമ്മതിക്കേണ്ടി വന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഷൈൻ ടോം ചാക്കോയെ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് പ്രതീക്ഷിച്ചല്ല ഇന്ന് എറണാകുളത്തെ നോർത്ത് സ്റ്റേഷനിലേക്ക് കടന്നു വന്നത്. അങ്ങേയറ്റം ആത്മവിശ്വാസത്തിലായിരുന്നു ഷൈനും ഷൈൻ്റെ കുടുംബവും പിതാവും അഭിഭാഷകരുമൊക്കെ. ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ എന്ത് കേസ്, എന്ത് അറസ്റ്റ് എന്ന ചോദ്യമായിരുന്നു. പക്ഷേ അറസ്റ്റിന് വകുപ്പുണ്ടെന്നും കേസിന് വകുപ്പുണ്ടെന്നും പോലീസ് കാട്ടിക്കൊടുത്തിരിക്കുന്നു. അതിനുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷമായിരുന്നു വിളിച്ചു വരുത്തിയത്. ഏതായാലും തമിഴ്നാട് വരെ ഓടിയ നടൻ തിരികെ ഓടിയെത്തിയപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം കോടതിയിൽ ഹാജരാക്കുമോ, അതല്ല സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമോ, ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാകും? ഒപ്പം ഈ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് പ്രതിയുടെ കൺസെന്റ് അല്ലെങ്കിൽ ഷൈൻ്റെ കൺസെന്റ് ആവശ്യമുണ്ടോ, അതല്ല പോലീസിന് മുൻ കേസുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പോലീസിന് ആ നടപടിയിലേക്ക് കടക്കാമോ എന്നതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. ഏതായാലും മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ കൂടിയാണ്. മുമ്പ് പല ഘട്ടങ്ങളിലൊക്കെയും ലഹരി ഉപയോഗം നടത്തുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു ഒക്കെ ആക്ഷേപങ്ങളൊക്കെ കേട്ടെങ്കിലും ഇത്തവണ തെളിവുകളടക്കം പോലീസ് ഹാജരാക്കും, കൂട്ടും എന്നതാണ് അവരുടെ ആത്മവിശ്വാസം. മുമ്പൊരു കൊക്കൈൻ കേസിൽ, അതും കേരളത്തിലെ തന്നെ ആദ്യ കൊക്കൈൻ കേസിൽ 2015 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ 3-ാം പ്രതിയായിരുന്നു ഷൈൻ ടോം ചാക്കോ. ആ കേസ് 10 വർഷം കഴിയുമ്പോഴേക്കും കുറ്റവിമുക്തനാക്കപ്പെട്ട ഉത്തരവിറങ്ങുമ്പോൾ പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ വിധി പ്രസ്താവമാണ് വന്നത്, കോടതി ഉത്തരവാണ് വന്നത്. തുടക്കത്തിലെ അന്വേഷണത്തിനടക്കം പ്രാഥമിക തെളിവ് ശേഖരണത്തിനടക്കം പോലീസ് വീഴ്ച വരുത്തിയെന്ന ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ ഒരു ഉത്തരവായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഏതായാലും ആ ഉത്തരവ് വന്ന് കുറ്റവിമുക്തനായ ഉത്തരവ് പുറത്തിറങ്ങി 2 ആഴ്ചകൾ പിന്നിടുമ്പോൾ വീണ്ടും ഒരു ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോ എന്ന മലയാള നടൻ അറസ്റ്റിലാവുകയാണ്. ഷൈനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദങ്ങൾ അറിയാം. നടി വിൻസി അലോഷ്യസ് സൂത്രവാക്യ സിനിമയുടെ സെറ്റിൽ വെച്ച് പരസ്യമായ ലഹരി ഉപയോഗിച്ചു മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഷൈൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. അതിനു മുമ്പ് ഇടയ്ക്കൊക്കെ അഭിമുഖങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോക്കും ആ പ്രതികരണങ്ങളുമൊക്കെ ഷൈനെ വിവാദത്തിലാക്കിയിട്ടുണ്ടെങ്കിലും ലഹരി ഉപയോഗത്തിന്റെ ആരോപണം നേരിട്ടുണ്ടെങ്കിലും മുമ്പ് ഓംപ്രകാശ് അടക്കം ഉൾപ്പെട്ട ലഹരി കേസുമായി ബന്ധപ്പെട്ടും പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഷൈനെ പിടികൂടിയിരുന്നില്ല, അല്ലെങ്കിൽ ഷൈനിലേക്ക് അന്വേഷണം എത്തിയിരുന്നില്ല. പക്ഷേ ഇത്തവണ വിവരശേഖരണത്തിന് വിളിച്ചു വരുത്തിയ ഷൈനെ, നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ഷൈനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് പോകുന്നു. കാരണം പോലീസിന് മുന്നിൽ മുമ്പ് ഒരു കൊക്കൈൻ കേസിൽ നിന്ന് ഊരിപ്പോയ സാഹചര്യമുണ്ട്. അതിന് വഴിയൊരുക്കിയതാരെന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ ആക്ഷേപം പോലീസും പ്രോസിക്യൂഷനും ഇപ്പോഴും നേരിടുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഇനി അപ്പീൽ പോകാനാണ്. കൊക്കൈൻ കേസിലെ 2015 കുറ്റവിമുക്തനാക്കപ്പെട്ട കേസിൽ പോലും അപ്പീലിന് പോകാനാണ് പ്രോസിക്യൂഷന്റെ ഇപ്പോഴത്തെ തീരുമാനവും നീക്കവും. അതിനിടയിൽ ഒരു കേസ് കൂടി കിട്ടുന്നു ഷൈൻ ടോം ചാക്കോയ്ക്ക്. ഏതായാലും തുടർ നിയമ നടപടികൾ നേരിടേണ്ടി വരും. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, വൈദ്യപരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ പുറത്തേക്ക് ഇറക്കുകയാണോ? ഗൂഗിൾ ഷൈൻ ടോം ചാക്കോയെ പുറത്തേക്ക് ഇറക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി വലിയ മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ സംഘം ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരല്പം ഡിലേ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ നമ്മൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നമുക്ക് ടിക്കറിൽ ബ്രേക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഈ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി എന്ന് പറയുന്ന ദിവസം ഈ സജീറുമായി നടത്തിയിട്ടുള്ളത് 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായക
നിർണായകമായ നടപടി അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ നീക്കത്തിലേക്ക് പോലീസ് എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോയത്. ഈ ലഹരി ഇടപാടുകാരനുമായി ഇയാൾക്ക് എന്ത് ബന്ധം എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ, ലഹരി ഇടപാടുകാരൻ ഇയാളുമായി എന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തെളിവ് പോലീസിന് ലഭിച്ചിരുന്നു. ഏകദേശം 20,000 രൂപയോളം വരുന്ന ഒരു ഇടപാട് ഷൈൻ ടോം ചാക്കോ ഈ പറയുന്ന സജീറുമായി നടത്തി. അത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് തന്നെ എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇതിനൊരു കൺസ്യൂമും അതോടൊപ്പം ഇത് വാങ്ങാനുള്ള പൈസ എന്ന രീതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഷൈനെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. ACP ജയകുമാർ ഉണ്ട്, അതോടൊപ്പം തന്നെ സൗത്ത് ACP രാജ്കുമാർ അടക്കമുള്ള ആളുകളുണ്ട്.